മോനിപ്പള്ളിയിലുള്ള അനൂപ് എന്നുള്ള ഒരു പുതിയ തേനീച്ച കർഷകനാണ്. ഇദ്ദേഹം കോട്ടക്കുറപ്പിൽ നിന്ന് തേനീച്ച മേടിച്ച് ഇപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായി തുടങ്ങിയോണ്ട് പുള്ളിക്ക് ബാലപാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ട് ഇന്നിവിടെ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ വെക്കാൻ വേണ്ടിയുള്ള അടകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പം 6ാമത്തെ ഫുള്ളായ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം എടുത്തതാണ്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇത് ആണിച്ചറയാണ്. ഇത് ശരിക്കും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം വെച്ചാൽ ഇതിനകത്തൊരു 50% കൂടുതൽ ആണിച്ചയാണ്. നമുക്ക് കളഞ്ഞാൽ മതി. അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. പിന്നെ കുറച്ച് നമ്മൾ കട്ട് ചെയ്യുകയോ വെള്ളം അടിച്ച് കളയുകയോ ഒക്കെ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ റാണിമുട്ട ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ കണ്ടില്ലായിരുന്നു, ഇവിടെ ഇരുന്നത്. ഇത് റാണിസെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി, സാമിങ്ങിന് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റാണിമുട്ട കണ്ടപ്പം മനസ്സിലായി. ആണിച്ചയുടെ മുട്ട കണ്ടപ്പോൾ മനസ്സിലായല്ലോ, കണ്ടല്ലോ. അപ്പോൾ എങ്കിൽ ഇതെല്ലാം ആണിച്ചയുണ്ട്, പെണ്ണീച്ചയുണ്ട്, വേലക്കാരി ഈച്ച. ഏതായിരിക്കും വേലക്കാരി ഈച്ച? ഏതായിരിക്കും? അത് കറക്റ്റ്, അത് തന്നെ. കണ്ടാൽ മനസ്സിലായി. അപ്പം നമ്മൾ ഹോളുകൾ ഉണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അതായത് ആണിച്ച ഇതൊക്കെ ഇറങ്ങിപ്പോയ ഹോളുകളാണ്. അപ്പോൾ വലിപ്പം കൂടുതൽ. അതുപോലെ തന്നെ ഇത് മറ്റേതൊക്കെ നല്ല സ്ക്വയർ നിൽക്കുമ്പോൾ ഇത് സ്ക്വയർ പോലെയാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതുണ്ടോ, ഇത് റൗണ്ട് പോലെ ഉണ്ടോ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏതാണ്ട് ആ ഈച്ചയുടെ വലിപ്പമൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് വേലക്കാരി ഈച്ചകളുടേതും ഈ ആണീച്ചകളുടെയൊക്കെ ഹോളുകൾ ഉണ്ടാക്കുന്ന ആടെ എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ആണീച്ചയുടെയാണ്, ഇത് വേലക്കാരി ഈച്ചയുടെ മനസ്സിലാവും. അത് വേഗം നമുക്ക് തിരിയെത്തില്ല. അതായത് ഈ മുട്ട പോലും നമുക്ക് ഇപ്പം കൂട്ടുകാരൻ വേഗം മനസ്സിലായി. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നുകൊണ്ട് വേഗം മനസ്സിലായി. നേരിട്ട് കണ്ടുകൊണ്ട്. അല്ല നമ്മൾ ഈ യൂട്യൂബിലെ പടത്തൊന്നും കണ്ടാൽ അത്ര വ്യക്തമായിട്ട് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതൊക്കെ 2ആയിട്ടും 4ആയിട്ടും ഒക്കെ എങ്ങനെ വേണം നമുക്ക് യുക്തം അനുസരിച്ച് കീറി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞേക്കും. നമുക്ക് എടുക്കേണ്ട നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമടിച്ച് ഈ പമ്പ് വെച്ച് നമ്മൾ വെള്ളമടിച്ച് ഇതിൻ്റെ ലാർവയെല്ലാം ചാടിച്ച് കളഞ്ഞിട്ട് വയ്ക്കാം. നമ്മൾ വേറെ അടകളൊന്നും ലഭ്യമല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ അടകളുണ്ട്. ആ പെട്ടിയിലൊക്കെ എടുത്ത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നമുക്ക് ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കളയാം. എങ്കിൽ കൂടുതലും ഈ വേലക്കാരി ഈച്ചകളുടെ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. അല്ല, നമുക്ക് വൻപിച്ച നഷ്ടം ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത്രയും പോവുകയല്ലേ, നമ്മുടെ കോളനിയൊക്കെ ബാധിക്കും. അത് വെള്ളമടിച്ച് കളഞ്ഞിട്ട് വെക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കാം. ഇത് ഇത്രയും നമ്മൾ കളഞ്ഞേക്കുള്ളൂ. അത് കൂടുതൽ ഞാൻ ആണീച്ചകളുടെ കൂടുതൽ മുട്ടകൾ ഉപയോഗിക്കാറില്ല, എടുത്ത് കളഞ്ഞേക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കതാ നല്ലതേ, കൂടിന് നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. കട്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ കയറാം. ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഇതുണ്ട്, ഇങ്ങനെ കയറാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേലക്കാരി ഈച്ചകൾ നഷ്ടം വരും കേട്ടോ. നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ നഷ്ടം വരും. അതിൻ്റെ ഈ മുറിക്കുന്ന ഭാഗത്ത് ഒന്ന് പിടിച്ചോളാം. ഫോണും കൂടെ കയ്യിലിരിക്കുന്നുണ്ട്. ശരി. ഈ മുറിക്കുന്ന ഭാഗത്തേ പോകും. മുറിക്കുന്ന ഭാഗത്ത് കുറച്ച് പോകും. അത് സാരമില്ല നോക്കുക. അല്ലെ ഇപ്പം നമുക്ക് അല്ലെ ഇപ്പം ഇത് അത് തന്നെ, അത് നമ്മൾ കംപ്ലീറ്റ് ദ്രോഹിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വെള്ളയാട് തന്നെ, ഇതുപോലെ വെള്ളയാട് തന്നെ എടുത്ത് നമ്മൾ എന്നാലും അതിൻ്റെ അകത്ത് മുട്ടയും കുഞ്ഞുങ്ങളെല്ലാം കാണുള്ളൂ. അത് മുറിക്കുമ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മൾ കുറച്ചെല്ലാം കണ്ടില്ല, നമ്മൾ അങ്ങനെ വരട്ടേന്ന് അതെ. ഇതാണ് നമ്മുടെ കൊച്ചാട്ടൻ, നമ്മുടെ ഗ്രൂപ്പിലുള്ള കൊച്ചാട്ടൻ ഇരിക്കുന്നു കേട്ടോ. എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ. കണ്ടോ, കൊച്ചാട്ടൻ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ്. അത് തന്നെ പുകയില്ല. സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെയും വന്നു, ഇന്നും വന്നു. ഇനിയിപ്പോൾ ഞാൻ പകരം വിളിക്കും, സഹായിക്കാനൊക്കെ പോകണം. തേനടിക്കുന്ന സമയത്തൊക്കെ വിളിക്കും. കുറേ തേനീച്ച കോളനികളുണ്ട്. പിന്നെ നമ്മൾ പ്രായത്തിൽ ഒന്നും നോക്കണ്ട, പ്രായമൊന്നും നോക്കണ്ട. അത് തന്നെ. രാവിലെ ഞങ്ങൾ 6:30 സ്റ്റാർട്ട് ചെയ്താൽ കണ്ണ് കാണാൻ തുടങ്ങിയുള്ളൂ. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം മടുത്തുനിന്നാണ്. ഇതിന് സമയമുണ്ടോ? നമ്മൾ കുത്തുകൂടൽ എങ്ങനെയാ ചേട്ടാ കുത്തുകൂടൽ കിട്ടുന്ന സമയം? പുറത്ത് പോയി കഴിഞ്ഞിട്ടാണ് ഒത്തിരി പുറത്ത് 10 മണിയാകുമ്പോഴത്തേനെ പോകും. അന്നേരമാണ് ഏറ്റവും നല്ല സമയം. അതെല്ലാം ഇങ്ങനെ കൂടുതലിരിക്കുമ്പോൾ നമ്മൾ അട വെക്കുമ്പോഴേ കുത്തും. അപ്പോൾ നമുക്ക് എത്ര മണി ഉച്ച കഴിഞ്ഞ് എത്ര മണി വരെ സാറിന് പണിയാകും ചേട്ടാ?
ഉച്ച കഴിഞ്ഞ് പണിയാൻ പറ്റില്ല. അല്ല ഉച്ച അല്ല ഇന്നല്ല ഈ തേനീച്ച കൂട്ടിൽ വെയിലാറിയിട്ട് വെയിൽ ആറിക്കഴിഞ്ഞ് നിർത്തിയാൽ മതിയോ? 5-6 മണിയായിട്ട് 5 മണി വരെ മണിയാവും, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ കുത്ത് അന്നേരം ഒന്നും ഉണ്ടാകുമല്ലേ? ഇല്ല ഇല്ല. വെയിലൊക്കെ മൂത്ത് കഴിയുമ്പോൾ കുത്ത് ഇതിൻ്റെ കുറയും. ഊർജം കുറയുക. ഇച്ചിരി പുകയും കൂടെ കൊടുക്കണേ. പുക കൊടുത്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ ഈ കൂട്ടം വെച്ചേക്കണം. നമ്മുടെ സേഫ് ആണെങ്കിൽ ഇത് വേണ്ട, പുക കൊണ്ട് തന്നെ നിർത്താം. അത് സ്റ്റാൻഡ് ആയിരിക്കണം, അതിൻ്റെ പരിസരം എല്ലാം ശുദ്ധമായി. ഈ ഇടയ്ക്കൂടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ കയ്യെ മാത്രമേ കുത്തുള്ളൂ. ഈ കയ്യാലേ പിന്നെ കൈ കുത്താത്ത സ്ഥലമില്ല അല്ലോ ചേട്ടാ. കയ്യാൽ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുത്തുമ്പോൾ ഇച്ചിരി നീര് കൂടുതൽ വരുമായിരിക്കും. ആദ്യ കാലത്തൊക്കെ നീരുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നീര് കുറഞ്ഞു. പിന്നെ ശരീരം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം നമുക്കത് അറിയില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു ഇതേ അത്രേ ഉള്ളൂ. പിള്ളേരെയൊക്കെ കുത്തുന്ന കാലത്ത് ഇങ്ങനെ എൻ്റെ കയ്യെ പണ്ട് കുത്തി വന്നു, ഇവിടെ ഇത്രയും പക്ഷേ ഈ പ്രാവശ്യം കുത്തി കിട്ടിയില്ല. കിട്ടിയില്ല, ഇത് പൊക്കി വെച്ചിട്ട് നെറ്റ് വാങ്ങിച്ചായിരുന്നോ? നെറ്റിട്ടേ ആവുള്ളൂ കേട്ടോ. നമ്മൾ മുഖത്ത് നോക്കേണ്ട കുത്തിയാലേ നെറ്റ് തലയിൽ ചുറ്റിയാലും മതി. മുഖം തലയിലും ചുറ്റിയേച്ച് കണ്ണാടിയും വെച്ച് നമുക്ക് കാണാം, വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ആ കുത്തൊഴിവാകും. പാൻസും ഷർട്ടും അങ്ങോട്ട് ഇട്ടോ നിങ്ങളെ കയ്യിൽ മേടിച്ചാലും മതി. പിന്നെ ഒരു പ്രാക്ടീസ് നേരത്തെ നമ്മൾ മനസ്സിൽ കാണണം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടേച്ച് അങ്ങനെ ചെയ്തോണ്ടാൽ മതി. ഇച്ചിരി അടുത്ത് ചെല്ലുമ്പോൾ സ്വഭാവം മനസ്സിലാക്കണം അല്ലേ? പെശകെന്ന് പറഞ്ഞാൽ നോക്കി നിന്നോളാം. ഇച്ചിരി പിന്നെ വെച്ചിട്ട് പിന്നെ അടുത്ത കഴിഞ്ഞിട്ട് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മനസ്സിലാണല്ലോ നിശ്ചയിരിക്കുന്നത്, അതനുസരിച്ച് ചെയ്തോണ്ടാൽ മതി. ഇപ്പം ആണീച്ചയുടെ അട എടുക്കണം, അല്ലെങ്കിൽ മൂത്ത അട മോശപ്പെട്ട അട എടുത്ത് മുകളിൽ കൊടുത്താൽ മതി. ആണീച്ചയുടെ അടയാകുമ്പോൾ അത് ചെത്തി കൊടുക്കണം. ഈ ആണീച്ച പിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവരെ തത്തിച്ചോണ്ട് ചാടിച്ചോട്ട് പോകാനേ. ആണിച്ച കൂടെ ഉണ്ടായാൽ സെറ്റ് പിരിയാനും എല്ലാം സാധ്യത കൂടുതൽ. ആണിച്ച നീന്തിരിക്കണോ ചേട്ടൻ പറയുന്നത്? ആണുങ്ങൾ പ്രശ്നമാണ്. ചാടിച്ചോട്ട് പോയാലേ അവർക്ക് കാര്യങ്ങൾ അല്ല. ഈ കൊച്ചന്റെ ഭയങ്കര തമാശയാണല്ലോ. മുതുക്രാണിയുടെ അടുത്തിരുന്ന നടക്കോ? കുഞ്ഞു പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ വേണം. അതതിൻ്റെ ഒക്കെ തത്വം. പ്രകൃതിക്ക് അനുകൂലമായി പൊക്കണം അല്ലേ? പ്രകൃതി പണ്ട പോലെ വരച്ചു വെച്ചിരിക്കുന്ന അങ്ങ് പോകും. അപ്പം കഴിവുള്ളിടത്തോളം ഈച്ച ഇതിനകത്ത് നിലനിർത്തുമ്പം ഈച്ച പെരുകും തോറും റാണി സെല്ലുണ്ടാക്കാനൊക്കെ എന്തെങ്കിലെങ്കിലുമൊക്കെ നോക്കും. അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ തട്ട് 2-3 തട്ടൊക്കെ വെച്ചോണ്ട് ഇരിക്കുക. ഞാനിപ്പോൾ 2 തട്ടെല്ലാം വെച്ചിരിക്കാം. 2 തട്ടാകുമ്പോഴത്തേനും ഈച്ച നല്ല വലിയായി. അപ്പോൾ 10 ദിവസം കഴിയുമ്പം തേനാ. പിന്നെ ആ തേൻ കൊണ്ടുവരാൻ പോകും. പിന്നെ ആ ചിന്തയുള്ളവർക്ക് തേൻ കൊണ്ടുവന്ന് നിറയ്ക്കുക. പിന്നെ സെല്ലുണ്ടാക്കിയല്ലേ? പിന്നെ സെല്ലുണ്ടാക്കാൻ താല്പര്യമില്ല. 2 പ്രാവശ്യം തേൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ തേൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. റാണിമുട്ട എവിടെയാലും ഒരു പുഴുവിനാ ഒരു പ്രത്യേക തീറ്റ കൊടുത്തത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഞെരുങ്ങി കഴിയുമ്പോൾ ചൂട് കൂടി കഴിയുമ്പോൾ ചാടി പോകണം. ഇവർക്കറിയാൻ പോയാലും രക്ഷപ്പെടാൻ ജീവിക്കാമെന്നുള്ളത്. മഴക്കാലത്ത് പോവുകയല്ലോ, അവിടെ ഇരുന്നോളൂ. അപ്പോൾ അവന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇങ്ങനെ വല്ലപ്പോഴും വരാം. 1-ാം തീയതി നമ്മൾ തേൻ എടുക്കാൻ തുടങ്ങാൻ 1-ാം തീയതി തുടങ്ങാമല്ലോ ചേട്ടാ. എന്നാ പറഞ്ഞാലും തേന ഇങ്ങനെ എടുക്കുന്നവരുടെ കൂടെ എത്ര ഞാൻ പഠിക്കില്ല. കണ്ടിട്ടാണ് എനിക്ക് എടുത്തു നോക്കിയപ്പോ ഒരു പേടി. ഇതെല്ലാം കൂടെ ഇപ്പൊ തന്നെ ഈ സ്മോക്കർ കൊണ്ട് അടയടിപ്പിക്കാൻ ഞാൻ ഒരു ധൈര്യം വേണം. ഈ തലയിൽ ഇത് ഇട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു വശമാണ്. ആണീച്ചയുടെ അടയിൽ കോളനികൾ കണ്ടല്ലോ തുടങ്ങാൻ മതി. നമുക്ക് ഇന്ന് മറ്റേ ചെമ്മലത്ത് പോയതടുത്ത് അവിടെ 4 ദിവസം കൊണ്ട് ആവും അല്ലേ? എടുക്കാറാവും ആവും അല്ലേ? ഞാനൊരു 10-ാം തീയതി സൂപ്പറൊക്കെ വെച്ചിട്ട് എത്ര ദിവസം ആയതാ?
അതെ അവിടത്തെ കൂടുതൽ അപ്പം ഞാൻ സൂപ്പർ വെക്കാൻ തുടങ്ങി എന്നാണെന്നറിയാമോ 15-ാം തീയതി തുടങ്ങിയത്. ഇപ്പം 10 ദിവസം 15-ാം തീയതി 15 അങ്ങനെ ആ ദിവസം ഏതായാലും ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. 10 ദിവസത്തിൽ കൂടെ ആയിട്ടില്ല. ജനുവരി 28-ന് അതെ 28-ന് എടുത്തിട്ടുള്ള അത് തന്നെ. 28-ന് കയറെടുത്തിട്ടുള്ളത്. അതെ അതെ. അപ്പം ഞാനൊരു 10 ദിവസമായിട്ട് തുടർച്ചയായിട്ട് സൂപ്പർ വെക്കുന്നുണ്ട്. ഇനി ഒരു 10 ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ തീരും. അപ്പോഴത്തേക്ക് അത് 5-ാം തീയതി ആയപ്പോൾ തന്നെ കംപ്ലീറ്റ് അത് ഈ സൂപ്പർ വെക്കുന്നത് ഒരരിയും നല്ല വെക്കുന്നത് എവിടെ ആവശ്യമായിട്ടുണ്ടോ എവിടെ ഇല മൂത്ത് റബ്ബറിൻ്റെ ഇപ്പോൾ ഇല പൊഴിയാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ട് സൂപ്പർ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇലയായി വരുന്നിടത്ത് നോക്കി ഇപ്പം ഞങ്ങൾ ഇന്ന് തെറനാട് പോയി, ചെമ്മലെടുത്ത് പോയി, അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത് ഇവിടെ വന്നു. ഇനിയിപ്പോൾ അടുത്തത് കല്ലാക്കുളം ഒരു സ്ഥലമുണ്ട്, അവിടെ ചെയ്യേണ്ടത്. പിന്നത്തേക്ക് ഒച്ചേട്ടൻ ഇന്ന് മടുത്തു. ഒച്ചേട്ടൻ്റെ സ്വന്തം അപ്പോൾ ഇനി ഞങ്ങൾ നിർത്തുവാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ വേറെ ആൾക്കാരുണ്ട്, അവരും കൂടെ വരും. എന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും ഇന്നിപ്പം അവരുടെ സ്വന്തം വർക്കിലാണ്. അപ്പോൾ ഇന്നലെ കൊണ്ട് തീർക്കാൻ ഇന്നലെ തീർന്നില്ല, ഇന്നുകൊണ്ട് തീർത്തിട്ട് നാളെ തൊട്ട് വരും. പിന്നെ സ്പീഡിൽ 3-4 ദിവസം നമ്മൾ തീർക്കും. തേൻകാലമാണ് വരാൻ പറ്റും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ അതുപോലെ തന്നെ എത്ര വർഷങ്ങളായതാണ് നഷ്ടം വന്നിട്ടില്ല. കൊച്ചാൻ്റെ ഇതുവരെ നഷ്ടമൊന്നും സംഭവമില്ല. എനിക്ക് എത്ര കിലോയൊക്കെ തേൻ കിട്ടാറുണ്ട്? 10 കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടിയിൽ. പിന്നെ ചില കൊല്ലം 3.5 ആകെ. മഴയുടെ അനുസരിച്ച് ഈ ഭാഗത്തോട്ട് പൊതുവെ മഴ കൂടാറുണ്ട് അല്ലേ? മഴ കൂടാണ് വെച്ചിട്ട് അവിടെ നമുക്ക് ഇവിടെ പൊതുവെ കൂടാണ്. കാഞ്ഞിരപ്പള്ളി ഇച്ചിരി കൂടാണ്. ഞങ്ങളുടെ ഇവിടെ വലിയ കാര്യമായിട്ട് കാര്യമില്ലല്ലേ? മഴയില്ലാത്തടത്ത് അങ്ങനെയും കാര്യം വേറൊരു കാര്യമുണ്ട്. മഴയില്ലാത്തടത്ത് ഒട്ടും ഇല്ലെങ്കിൽ തേൻ കിട്ടത്തില്ല. ഇതെല്ലാം ഒരു അതെ സന്തുലിതാവസ്ഥ. മഴ വേണം, ഇടയ്ക്ക് മഴയും വേണം. ഒരു മഴ സാരമില്ല. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഊറി വരിക. കൊച്ചേട്ടാ ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന നല്ലതാണോ? ഒരു കുഴപ്പമില്ല. ഇല്ലല്ലേ? നല്ല ഒരെണ്ണം പെയ്യുന്ന സൂപ്പറാ. ഇതാ നല്ല തേണ്ട സമയത്ത്. അതെ 3 ദിവസം മതി, പിന്നെ ഊറി വരും. കൊച്ചേട്ടന് 60 വർഷം 65 വർഷം ഉണ്ട് തേനീച്ച വളർത്ത് തുടങ്ങിയിട്ട് കേട്ടോ. 60-65 വർഷം ഉണ്ട് തേനീച്ച വളർത്ത് തുടങ്ങിയിട്ട്. പിന്നെ ഒരു 65 വർഷമായി കാണിയല്ലോ ചേട്ടാ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട്. കാണുമായിരിക്കും. ഉണ്ടോ? ഇത്രയും പരിചയമുള്ള ആളാണ്. ആരും പഠിപ്പിക്കാൻ അന്ന് ആരും പഠിപ്പിക്കാൻ ഇല്ലായിരുന്ന കാലത്താണ്. അതെ അതെ അതെ. 3 പ്രാവശ്യം കൂട്ടിക്കൊണ്ടൊന്ന് പിടിച്ചിട്ട് ഇരുന്നത് ഒരു കൂടെ പിടിച്ചു വെക്കാനൊക്കെ കൂട്ടൊന്ന് പിടിച്ച തോർത്തിനകത്തെല്ലാം കൊണ്ടൊന്ന് കുടഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കും. കുറെ കഴിയുമ്പോൾ കയറും, പിന്നെ അവിടെ കയറും, കടത്ത് കയറും. ഓരോ ആഗ്രഹം. ഈ സാധനം ഉണ്ടായിരുന്നോ? പുക ഇതില്ല, ആരുമില്ല, വളർത്തിയൊന്നും ആരുമില്ല. അത് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അറിയത്തില്ല. അന്ന് മരത്തെ വെള്ളം എടുത്ത് ഒരു പ്രാവശ്യം ഇരുന്നു. പിന്നെ വളക്കാരോടൊക്കെ ചോദിച്ചും കേട്ടും. പിന്നെ പാർത്തോട് ഇതിൻ്റെ ഒരു ശരിക്കും പാറത്തോട് തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഒരു ഇവിടെ ശരിക്കും തേനീച്ച വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അവിടുത്തെ ഒരു അച്ഛനായി അവിടെ തേനെടുക്കുകയെല്ലാം ഉണ്ടാകും. ഞാൻ പാറത്തോടെല്ലാം തേൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ശരി, നമുക്ക് അത് ഇവിടെ നോക്കി തീർന്നല്ലോ ചേട്ടാ. പെരക്കി അടുക്കി വെച്ചാൽ മതി അല്ലേ? അതിനിപ്പം നാളത്തെ വെക്കാനുണ്ടല്ലേ? അതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാം. ഒരു പറ്റി നോക്കാനുണ്ടല്ലേ? ഞാൻ നോക്കി നമുക്ക് പെട്ടെന്ന് പോയേക്കാം അല്ലേ?